പ്രണയിക്കുന്നതൊക്കെ ശരിക്കും നല്ലതാണോ? പ്രണയിക്കുന്നത് നല്ലതല്ല. അല്ല, നല്ലതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നൂറുകണക്കിനും തെറ്റാന്നാണ് ഞാൻ പറയുന്നത്. നല്ലതാന്ന് വെച്ചാല് ചിലപ്പം കിട്ടും, ചിലപ്പം കിട്ടൂല. വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, എന്റെ വേദന കൊണ്ട് പറഞ്ഞതാണ്. ഒരു വശത്ത് നോക്കിയാൽ നല്ലതാ, വേറെ വശത്ത് നോക്കിയാൽ നല്ലതല്ല. പ്രണയിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരോട് നല്ല. ഇവള് പറഞ്ഞതിലും കാര്യമുണ്ട്. നല്ലതല്ല, സപ്പോർട്ട് ചെയ്യണില്ല. അത് ആളുകൾക്ക് സേഫ്റ്റി അല്ല. അത് ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവനല്ല കരിമിക്ക. അങ്ങനെ എനിക്കറിയില്ല. കുഞ്ഞാണല്ലേ. ഓൾഡ് ജനറേഷൻ പ്രണയത്തെയാണോ ന്യൂ ജനറേഷൻ പ്രണയത്തെയാണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്? ഇപ്പോഴത്തത് ചുമ്മാ ടൈം പാസ് അല്ലേ കൂടുതൽ പേർക്കും. പ്രണയിക്കുന്നുണ്ടോ? ഉണ്ട്. ഇപ്പോഴത്തെ ഒരു മതി എന്താ പറയാടി. ഇപ്പോഴത്തെ മറ്റേ രീതിയിലുള്ളതാണ് അങ്ങനെ വേറെന്തൊക്കെ വ്യക്തമായില്ല. ഞാൻ പറയും, എല്ലാ കാലത്തും എനിക്കൊന്നും പ്രണയം ഒരുപോലെ തന്നെയാണ്. ആൾക്കാരുടെ ചിന്താഗതിയിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പഴയതും നല്ലത്, പുതിയതും നല്ലത്. പണ്ടും കള്ളത്തരൊക്കെ ഉണ്ടല്ലോ, പിടിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ പിടിക്കാൻ എളുപ്പല്ലേ, ഫോൺ നോക്കിയ പോലെ. ഇപ്പോഴത്തെ പ്രണയം എന്ന് വെച്ചാൽ ഫുള്ള് ചീറ്റിംഗ് ആണ്. മറ്റേത് അങ്ങനെയല്ലല്ലോ. എന്തുകൊണ്ട് ഇപ്പോഴത്തെ ജനറേഷൻ്റെ കഥ വളരെ മോശമാണ് ആണ് അല്ലേ? ഇവിടെ തന്നെ നോക്കിയാൽ കാണാവുന്നതാണ്. ഒരു സ്ത്രീക്ക് വേണ്ട കാര്യങ്ങൾ, സംസ്കാരം, ഭക്തി, കുട്ടികൾ. ഇപ്പോഴത്തെ പ്രണയം അല്ലാണ്ട് തോന്നുന്നു. കാരണം ഒരു ടൈം പാസ്സായിട്ടാണ് തോന്നുന്നത് നമുക്ക്. ഓരോരുത്തരെ കാണുമ്പോഴാണെങ്കിലും അവരുടെ സംസാരത്തിനാണെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷെ നേരത്തെ അങ്ങനെ അല്ല എന്ന് നമുക്ക് തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല. പ്രണയം എപ്പോഴും ന്യൂ ജനറേഷൻ, ഓൾഡൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എപ്പോഴും ഇല്ല. ഉണ്ട്, തീർച്ചയായിട്ടും. ഇപ്പൊ രണ്ടുപേരും അങ്ങോട്ട് ചതിക്കും, അല്ലെങ്കിൽ ഒരാൾ ചതിക്കും, അല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് ചതിക്കും. അങ്ങനത്തെ ജനറേഷൻ ഇപ്പൊ. അതെ, അതുകൊണ്ട് ഇപ്പത്തെ ബോറ. പഴയ കാലത്ത് ആരും പ്രണയിക്കാറില്ലല്ലോ. എങ്ങനെ ഉണ്ടോ? ഇല്ലല്ലോ. ഇപ്പോഴാണല്ലോ അത് തുടങ്ങിയേക്കുന്നത്. ഇപ്പോൾ ഒരു കൊച്ചില്ലാത്ത ഒരു കൊച്ചു പോലും ഇല്ല ഇവിടെ. എല്ലാവർക്കും ഉണ്ട് ഇല്ലേ? അത് നമ്മളപ്പനെയും അമ്മയും കണ്ടുപിടിക്കുകയൊന്നും വേണ്ട, സ്വന്തം കണ്ടുപിടിച്ച് അവരവരുടെ വഴി നോക്കിക്കോളും. പുതിയ പ്രണയം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഭയങ്കര ഒരു എൻജോയ് ആയിട്ട്. മറ്റേതെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, നമ്മൾ കൂടുതൽ പ്രൈവസി ഉണ്ടായിരുന്നു ഉള്ള പ്രണയം എപ്പോഴും നമ്മുടെ ഒരു ഇതുപോലെ തന്നെയല്ലേ ഇരിക്കുക. അത് പഴയതെന്നോ പുതിയതൊന്നും ഇല്ല. ഇല്ല. പ്രണയിക്കുന്ന പുരുഷന്റെ ജീവിത അവസ്ഥ പോലും നോക്കാതെ കൂടുതൽ പ്രണയിക്കുന്ന ചെറുപ്പക്കാരാണെങ്കിൽ കൂടുതൽ ലഹരിക്കും മറ്റും അടിമപ്പെട്ട ചെറുപ്പക്കാരായിട്ടാണ് കൂടുതൽ പ്രണയം. അത് എവിടെ നിന്ന് അവസാനിക്കുന്നില്ലത്? പല ദുരന്തങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പ്രണയിക്കുന്നു, കുറച്ചു കാലം കഴിയുന്നു, വഴിയരികിലും മറ്റ് തെരുവുകളിലൊക്കെ അതേപോലെ ആത്മഹത്യകൾ, മറ്റുള്ള രീതികളിലുള്ള പ്രണയമാണ്. ഇതിലേ സീരിയൽ മാത്രമല്ല, ന്യൂസും ഉണ്ട്. അത് പലപ്പോഴും കാണുന്നു. ഇപ്പോഴെല്ലാം ഇപ്പോൾ ഒരാളെ കാണുക, സ്നേഹിക്കുക. പഴയ അങ്ങനല്ല. പണ്ട് സ്നേഹത്തിനൊക്കെ ഒത്തിരി ഒളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലൈവായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. അത് ഒളിഞ്ഞും പാത്തുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നു. ഇപ്പോഴത്തെ ജനറേഷന് പ്രണയം ഇല്ല. പഴയ ജനറേഷന് തോന്നുന്നുണ്ട് കൂടുതലും പ്രണയത്തിന് അർത്ഥവത്തായൊരു പ്രണയം ഉണ്ടായിരുന്നത് ഈ പഴയ കാല പ്രണയത്തിന്. വാലന്റൈൻസ് ഡേ എന്തെങ്കിലും പറയാനുണ്ടോ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.